എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഒരു പാരലോഗ്രാമിന്റെ ഏരിയ, അതായത് പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അപ്പോൾ നമുക്ക് ഒരു സാമാന്തരികത്തിന്റെ എങ്ങനെയാണ് അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, നമുക്ക് ഒരു ചതുരമാണെങ്കിൽ അല്ലെ, ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. ഇപ്പൊ നോക്കിയേ, ആദ്യം ഞാൻ വരച്ചുള്ളൂ റെക്റ്റാങ്കിൾ ആണ്, ചതുരമാണ് അല്ലെ. അപ്പോൾ അതിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്, വീതി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ അല്ലെ, നമുക്ക് ഏരിയ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ എന്തായിരിക്കും? ഏരിയ നീളം ഇൻറ്റു വീതി അല്ലെ, അതായത് 5 ഇൻറ്റു 3 15 അല്ലെ, 15 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഏരിയ. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ ഇവിടെ 3 സാമാന്തരികങ്ങൾ വരച്ചിട്ടുണ്ട്. ഈ വശങ്ങളൊക്കെ ഒരേ അളവുകളുള്ള 3 സാമാന്തരികളാണ്. ഇവിടെ 5 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ. വശങ്ങളുടെ നീളം ഇതേ വശങ്ങളുടെ നീളം തന്നെയാണ് ഇവിടെയുള്ളത് അല്ലെ, ഇതേ വശങ്ങളുടെ നീളം 5ഉം 3ഉം. അപ്പോൾ നോക്കിയാൽ ഇതിന്റെ നീളവും വീതിയും ഒക്കെ എന്താണ്? തുല്യമാണ്. അതേസമയം ഇതിന്റെ ഏരിയ നോക്കിയാൽ നമുക്കിത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാം, ഇതിനേക്കാൾ കുറച്ചും കൂടി ഏരിയ കൂടുതലാണ് ഇതിന് അല്ലെ, അതിനേക്കാൾ ഏരിയ കൂടുതലാണ് ഇതിന്. പക്ഷേ ഇവിടെ വശങ്ങളുടെ നീളമൊക്കെ തുല്യമാണ്, പക്ഷേ ഏരിയയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നീളവും വീതിയും മാത്രം അറിഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു സമാന്തരികത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ പിന്നെ ഈ സമാന്തരികത്തിന്റെ ഏരിയ തീരുമാനിക്കുന്നത് ആരാണ്? ഇവിടെ നമുക്കറിയാം നീളവും വീതിയും കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ, ഒരു ചതുരമാണെങ്കിൽ നീളവും വീതിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം, അവിടെ പിന്നെ ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇപ്പൊ നീളം ഇൻറ്റു വീതി നോക്കിയാൽ 5 ഇൻറ്റു 3 15 അല്ലെ, ഇവിടെ 5 ഇൻറ്റു 3 15, ഇവിടെ 5 ഇൻറ്റു 3 15. പക്ഷേ ഇവിടെ നോക്കിയാൽ ഇവിടെ ഏരിയ കൂടി വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി, എന്തായാലും നീളവും വീതിയും മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഏരിയ തീരുമാനിക്കാൻ വേറെ ഏതോ ഒരു കക്ഷിക്ക് കൂടി ഇവിടെ റോൾ ഉണ്ട് അല്ലെ. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഞാനൊരു സാമാന്തരികം വരച്ചിട്ടുണ്ട് അല്ലെ. ഇതിനെ ഞാൻ ഇവ തമ്മിൽ ഇതിന്റെ മൂലകൾ, ഓപ്പോസിറ്റ് മൂലകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് എന്തുണ്ടാക്കുന്നു? ഇതിന് 2 ട്രയാങ്കിൾ ആയിട്ട് മാറ്റുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ പാരലോഗ്രാമിന്റെ ഏരിയ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 2 ത്രികോണങ്ങളുടെ ഏരിയ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടില്ലേ? കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഈ ത്രികോണത്തിന്റെ, ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഈ ത്രികോണം എടുക്കാം. ഇതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ത്രികോണത്തിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, ഏതെങ്കിലും ഒരു വശം അല്ലെ, ഇപ്പൊ താഴത്തെ വശം എടുക്കുകയാണെങ്കിൽ ഈ വശവും ഇതിന്റെ മുകളിൽ നിന്ന് അല്ലെ, ഈ മൂലയിൽ നിന്ന് ഇതിലേക്കുള്ള ഉയരവും അല്ലെ, ഇത് രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. എന്ത് ചെയ്താൽ മതി? അവ തമ്മിൽ ഗുണിച്ചിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി അല്ലെ. അതായത് ഇതിന്റെ ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് ഹാഫ് ബി എച്ച്, അര ബി എച്ച് അല്ലെ. അതായത് ബി എന്ന് പറഞ്ഞ ബേസ്, നമ്മുടെ അടിയിലത്തെ ഈ വശം എടുത്തു. ഇനി ബി എച്ച് എന്ന് പറഞ്ഞതാ ഇതിന്റെ അല്ലെ ഓപ്പോസിറ്റ് മൂല, ഈ ഉയരമുള്ള ഭാഗത്ത് നിന്ന് ഇതിലേക്കുള്ള ഈ നീളം, ഇതാണ് എച്ച് അല്ലെ. ഇത് എച്ച്, ഇത് ബി ബേസ്. അപ്പൊ ഇവ തമ്മിൽ ഗുണിച്ചിട്ട് ബൈ 2 അല്ലെ, അതായത് അര ഇൻറ്റു ബി എച്ച്. ഇതാണ് നമ്മുടെ ത്രികോണത്തിന്റെ ഏരിയ കാണാൻ അല്ലെ. എങ്ങനെയാണ് നമ്മൾ ത്രികോണത്തിന്റെ ഏരിയ കാണാം? അപ്പൊ നമുക്ക് ഈ ത്രികോണത്തിന്റെ ഏരിയ കിട്ടി. എത്രയാണെന്ന് കിട്ടി? ഹാഫ് ബി എച്ച് ആണെന്ന് കിട്ടി അല്ലെ, അര ബി എച്ച്. ഇതാണ് ഈ ത്രികോണത്തിന്റെ ഏരിയ. ഓക്കെ, ഇനി നമുക്ക് ഈ ത്രികോണത്തിന്റെ ഏരിയയും കൂടി കിട്ടിയാൽ മതിയല്ലോ. മതി അല്ലെ. അപ്പൊ നോക്കിയേ, നമുക്ക് ഏതെങ്കിലും ഒരു വശം ഇവിടെ പറഞ്ഞ പോലെ, ഇനി ഇതിന്റെ മൂലയിൽ നിന്ന് ഇവിടേക്കുള്ള ഉയരം അല്ലെ, അതായത് ഡിസ്റ്റൻസ്, ഇത് രണ്ടും കിട്ടിയാൽ മതി ഇവിടെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ നമുക്ക് ഈ വശം എടുക്കാം അല്ലെ. ഈ വശം നമ്മൾ എടുക്കുന്നു. ഈ വശം നോക്കിയാൽ ഇവിടെ പാരലോഗ്രാം ആണ് അല്ലെ. അപ്പൊ ഈ വശത്തിന്റെ നീളം എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഈ 2 വശങ്ങൾ സെയിം തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഈ നീളം, അപ്പൊ ഇവിടെ നമുക്ക് ബേസ് എന്ന് കൊടുക്കുക. ഇത് ബേസ്, ഇതേ നീളം തന്നെയാണ് ഇവിടെ അല്ലെ. നോക്കിയാൽ ഈ വശത്തിന്റെ ഓപ്പോസിറ്റ് മൂല അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എച്ച് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടുന്ന് ഇതിന്റെ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇതാണ് ഇവിടത്തെ എച്ച് അല്ലെ. അപ്പൊ ഈ ത്രികോണത്തിന്റെ നോക്കിയാൽ ഈ ത്രികോണത്തിന്റെ ഏരിയ എന്ത് വരും? ഈ ബി ബേസ് അല്ലെ, ഇതിന്റെ നീളം ഇൻറ്റു ഇതിന്റെ എച്ച് അല്ലെ, എച്ച്. അപ്പൊ നീളം ഇൻറ്റു എച്ച് ബൈ 2 അല്ലെ. അതായത് ഇത് തന്നെ ഇവിടെയും വരും, ശരിയല്ലേ. ഹാഫ് ഇതിന്റെ ഏരിയ എന്ത് വരും? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ക്ലിയർ ആയില്ലേ? ഇത് ബേസ് ആണ്, ഇത് എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ അര ബി എച്ച്. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? അര ബി എച്ച് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ പാരലോഗ്രാമിന്റെ ഏരിയ എത്ര കിട്ടും? ഇത് രണ്ടും കൂടി കൂട്ടണം അല്ലെ. അപ്പൊ അര ബി എച്ചും നോക്കിയാൽ അര ബി എച്ചും പിന്നെ ഒരു അര ബി എച്ചും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്കറിയാം, ഇപ്പൊ പകുതി മിഠായി പിന്നെ ഒരു പകുതി മിഠായി രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മിഠായി ആയി അല്ലെ. അതുപോലെ തന്നെ അര ബി എച്ചും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി? ബി എച്ച്. അപ്പൊ നമുക്ക് ഈ സാമാന്തരികത്തെ ഏരിയ എന്ത് കിട്ടി? ഏരിയ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച്.
അതായത് നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ താഴത്തെ വശം എടുത്തു കഴിഞ്ഞാൽ താഴത്തെ വശവും ഈ ഓപ്പോസിറ്റുള്ള വശവും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ, ഇവ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പാരലോഗ്രാമിന്റെ ഏരിയ കിട്ടും. ഇനി നമുക്ക് ഈ വശം തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, നമുക്ക് ഈ വശമാണ് തന്നതെന്ന് വിചാരിക്കുക. ഈ വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുള്ളൂ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് നമുക്ക് ബി ആയിട്ട് എടുക്കാം അല്ലെ, ഇത് നമുക്ക് ബി ബേസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഈ അളവ് എടുക്കുക. പിന്നെ എന്ത് വേണം? ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശം ഇത് അല്ലെ, അപ്പൊ ഇതിൽ നിന്ന് ഇവിടേക്കുള്ള ഹൈറ്റ് എടുക്കണം, അതായത് ഡിസ്റ്റൻസ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അപ്പൊ ഈ നീളം ഇൻറ്റു ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഏത് വശം വേണമെങ്കിലും എടുക്കാം. ആ വശം എടുത്തു കഴിഞ്ഞാൽ ആ വശം ഇൻറ്റു അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വശം അല്ലെ, ഓപ്പോസിറ്റ് വശവും അതും തമ്മിലുള്ള ഡിസ്റ്റൻസും. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ക്ലിയറായല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ അളവുകളാണ് അല്ലെ, 5, 3, 5, 3, 5, 3. പക്ഷേ ഇതിന്റെ ഏരിയ കൂടി കൂടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തായിരിക്കും കാരണം? അപ്പൊ നമുക്ക് നോക്കിയാൽ ഇതിൽ നിന്ന് മനസ്സിലായില്ലേ എന്തായിരിക്കും കാരണം? ഒന്ന് നമുക്കറിയാം ബേസ് അല്ലെ, ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസിന്റെ നീളം ഇൻറ്റു എച്ച് ആണ് അല്ലെ. അപ്പൊ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ നമുക്ക് ഈ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഏരിയ എന്ത് വരും? ഇതിന്റെ ഏരിയ 5 ഇൻറ്റു അല്ലെ, ബേസ് 5 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലെ. അപ്പൊ 5 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഏരിയ വരുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ എന്തായിരിക്കും ഏരിയ വരിക? 5 ഇൻറ്റു നോക്കിയാൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഡിസ്റ്റൻസ് അല്ലേ ഇതിനേക്കാൾ കൂടി ഇവിടെ അല്ലെ, അതായത് എച്ച് കൂടി. കണ്ടില്ലേ? എച്ച് കൂടി. ഇപ്പൊ എച്ച് ഇപ്പോൾ 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. കണ്ടില്ലേ? അപ്പൊ ഇവിടെ 1 ആയിരുന്നു, ഇവിടെ ഈ ഡിസ്റ്റൻസ് കൂടി. അപ്പൊ 5 ഇൻറ്റു 2 ഇവിടെ എത്ര വന്നു? 10 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇവിടത്തെ ഏരിയ. ഇനി ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നോക്കിയാൽ ഏരിയ എന്ത് വന്നു? 5 ഇൻറ്റു അല്ലെ, ഈ ഡിസ്റ്റൻസ് നോക്കിയാൽ വീണ്ടും കൂടി അല്ലെ, രണ്ട് വശങ്ങൾ ഓപ്പോസിറ്റ് വശങ്ങൾ തമ്മിലുള്ള അകലം വീണ്ടും കൂടി. ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഒരു 2.5 എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 5 ഇൻറ്റു 2.5 എത്ര കിട്ടും? 12.5 സ്ക്വയർ സെന്റിമീറ്റർ. കണ്ടാ? അപ്പൊ അതുകൊണ്ടാണ് ഏരിയ കൂടി കൂടി വരുന്നത്. എന്താണ് കാരണം? എച്ച് ഇവിടെ കൂടി കൂടി വരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ മാക്സിമം ഏരിയ എത്രയായിരിക്കും നമുക്ക് കിട്ടുക? ഇപ്പൊ നമുക്ക് 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ആണ് വശങ്ങൾ നീളം. അങ്ങനെയാണെങ്കിൽ ആ പാരലോഗ്രാമിന് അതിന്റെ ഏറ്റവും വലിയ ഏരിയ എത്രയായിരിക്കും? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എച്ച് 1 ആയിരുന്നു, ഇവിടെ എച്ച് 2 ആയി, ഇവിടെ എച്ച് 2.5 അല്ലെ. ഇനി മാക്സിമം എച്ച് എത്ര വരെ എത്തും? ഈ വശത്തിന്റെ നീളം എത്രയാണോ അത്രേ വരും എച്ച് വരുള്ളൂ അല്ലെ, മാക്സിമം അല്ലെ. അപ്പൊ മാക്സിമം എത്രയായിരിക്കും വരാം? മാക്സിമം എച്ച് നമുക്ക് 3 സെന്റിമീറ്റർ ആയിരിക്കും വരാം അല്ലെ. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ 3 സെന്റിമീറ്റർ ആയി കഴിഞ്ഞാൽ ഇത് എങ്ങനെയായി മാറി? ഇതൊരു ചതുരമായിട്ട് മാറും അല്ലെ. അതായത് ഇത് 5 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. കണ്ട? അപ്പൊ ഈ വശത്തിന്റെ നീളവും എച്ചും എന്തായി? ഈക്വലായി. കണ്ട? ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. അപ്പൊ എച്ചും ഈ വശത്തിന്റെ നീളം ഈക്വലായി അല്ലെ. അപ്പൊ അവിടെ ആയിരിക്കും നമുക്ക് ഏറ്റവും മാക്സിമം എന്ത് കിട്ടുക? ഏരിയ കിട്ടുക. അതായത് ഇവിടെ 5 ഇൻറ്റു ബേസ് 5 എച്ച് എത്രയാണ്? 3 അല്ലെ. അപ്പൊ 5 ഇൻറ്റു 3 അതായത് 5 ഇൻറ്റു ഈ സൈഡിന്റെ നീളം. അപ്പൊ 5 ഇൻറ്റു 3 15. അപ്പൊ ഇതായിരിക്കും നമുക്ക് മാക്സിമം കിട്ടുന്ന ഏരിയ. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നോക്കിയാൽ ഈ ആംഗിൾ അല്ലെ, ആംഗിൾ നോക്കിയാൽ കൂടി കൂടി വരികയാണ് അല്ലെ. അപ്പൊ ഏരിയ കൂടി കൂടി വരുന്നു. അവസാനം ഈ ആംഗിൾ എത്ര വരെ എത്തി? 90 ഡിഗ്രി എത്തിയല്ലേ. അപ്പൊ 90 ഡിഗ്രി വരെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് മാക്സിമം ഏരിയ കിട്ടുക. അപ്പൊ അങ്ങനെ പറയാം. അതല്ലെങ്കിൽ ഈ രണ്ടാമത്തെ വശത്തിന്റെ നീളം അല്ലെ, ഈ സൈഡും എച്ചും തുല്യമാവും അല്ലെ. അപ്പൊ ഇത് നോക്കിയാൽ അങ്ങനെ തുല്യമായി കഴിഞ്ഞാൽ എന്തായി? അതൊരു ചതുരമായി മാറി. അപ്പോഴാണ് നമുക്ക് മാക്സിമം ഏരിയ കിട്ടുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് വശങ്ങളുടെ നീളം തന്ന്, ഒരു പാരലോഗ്രാമിന്റെ രണ്ട് വശങ്ങളുടെ നീളം തന്ന് അതിന്റെ ഏരിയയും ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഒരു പാരലോഗ്രാം വരയ്ക്കുക? അപ്പൊ നമ്മൾ രണ്ട് രീതിയിൽ വരയ്ക്കൽ പഠിച്ചല്ലേ. ഒന്ന്, രണ്ട് വശങ്ങളുടെ നീളവും അവയ്ക്കിടയിലുള്ള ആംഗിളും അല്ല, നമ്മൾ ആദ്യം പഠിച്ചതാണ് അല്ലെ. അപ്പൊ രണ്ട് വശങ്ങളുടെ നീളവും അവയ്ക്കിടയിലുള്ള ആംഗിളും തന്നു കഴിഞ്ഞാൽ പാരലോഗ്രാം വരയ്ക്കാൻ നമുക്കറിയാം. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? രണ്ട് ഡയഗണൽ അല്ലെ, ഡയഗണലിന്റെ നീളം അതായത് വികരണങ്ങളുടെ നീളം തന്ന് അതുപോലെ തന്നെ അവയ്ക്കിടയിലുള്ള ആംഗിൾ അല്ലെ, അവയ്ക്കിടയിലുള്ള കോണിന്റെ അളവും തന്നാലും നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ നമുക്കറിയാം. ഇനി നമുക്ക് നോക്കിയാൽ ഈ രണ്ട് വശങ്ങളുടെ നീളം തരുന്നു, ഇനി അതിന്റെ ഏരിയയും തരുന്നു. അപ്പൊ ആംഗിൾ ഒന്നും തരുന്നില്ല, പകരം അതിന്റെ ഏരിയ തരുന്നു. അപ്പൊ അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഒരു പാരലോഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക? ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ രണ്ട് വശങ്ങൾ നീളം തന്നിട്ടുണ്ട്, 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ അല്ലെ. ഇനി നമുക്ക് അവയ്ക്കിടയിലെ ആംഗിളും തന്നിട്ടില്ല, പകരം എന്ത് തന്നിട്ടുണ്ട്? ഏരിയ തന്നിട്ടുണ്ട് 18 സ്ക്വയർ സെന്റിമീറ്റർ. അങ്ങനെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഒരു സമാന്തരികം വരയ്ക്കുക? അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഒരു രണ്ട് വശങ്ങൾ അല്ലെ, 6ഉം 4ഉം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്ററിൽ ആദ്യത്തെ ഒരു സൈഡ് ഞാൻ വരച്ചു.
ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിന് നീളം തന്നിട്ട് 4. പക്ഷെ 4 നമുക്ക് എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ വരയ്ക്കാം 4, ഇങ്ങനെ 4 വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം അല്ലേ? എങ്ങനെ വേണമെങ്കിൽ 4 വരയ്ക്കാം അല്ലേ? അത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏരിയ തന്നിട്ടുള്ളത്. അപ്പോൾ ഏരിയ നമുക്ക് നോക്കിയാൽ ഏരിയ എത്ര തന്നിട്ടുണ്ട്? പരപ്പളവ് 18 എന്ന് തന്നിട്ടുണ്ട്. അതായത് ബി ഇൻറ്റു എച്ച് അല്ലേ? ഇതല്ലേ ഏരിയ. അപ്പോൾ ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 18 ആണ്. ശരിയല്ലേ? ഓക്കെ. ഇവിടെ നമുക്ക് ബേസ്, അതായത് ഇതിൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ 6 അല്ലേ? അപ്പോൾ ബി നമുക്ക് 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ 6 ഇൻറ്റു എച്ച് എത്രയാണ്? 18 ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് എത്രയായിരിക്കും? 18 ഇൻറ്റു 6 അല്ലേ? ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ 6, 3 സെൻറ്റിമീറ്റർ. അപ്പം ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു വശം 6 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം, മറ്റേ വശം 4 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം അല്ലേ? ഇനി ഹൈറ്റ്, അതായത് ഇതും ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശവും തമ്മിൽ ഉള്ള അകലം എത്രയായിരിക്കണം? 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പം ഇതും ഈ വശവും ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വശം ഉണ്ടാവുമല്ലോ, അതും തമ്മിലുള്ള അകലം എത്രയായിരിക്കണം? 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കിയാൽ ഇവിടെ നിന്ന് അല്ലേ, ഈ ലൈനിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു പെർപെൻഡിക്കുലർ, കൃത്യമായിട്ട് ഒരു പെർപെൻഡിക്കുലർ നമുക്ക് എന്ത് ചെയ്യാം? 3 സെൻറ്റിമീറ്റർ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. 3 സെൻറ്റിമീറ്റർ വരച്ചു, കണ്ട ഒരു പെർപെൻഡിക്കുലർ, അതായത് 90 ഡിഗ്രിയിൽ, കറക്റ്റ് 90 ഡിഗ്രിയിൽ നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ ഇതിന് പാരലായിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഇതിന് പാരലായിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ഈ വശം അല്ലെ, ഇതിന് ഓപ്പോസിറ്റുള്ള വശം എവിടെയായിരിക്കും? ഇതിലായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് വശം വരേണ്ടത്. കാരണം എന്താ? ഇവിടെ ഡിസ്റ്റൻസ് എപ്പോഴാണ് നമുക്ക് 3 സെൻറ്റിമീറ്റർ ആവുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലാണ് നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വശം വരുന്നത്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനെന്ത് വേണം? നമുക്ക് നോക്കിയാൽ രണ്ടാമത്തെ വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം അല്ലേ? അപ്പോൾ രണ്ടാമത്തെ വശം എന്തായിരിക്കും? 4 പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട്, കണ്ട കോമ്പസിൽ കൃത്യമായിട്ട് 4 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാം? നമുക്കൊരു ആർക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ആർക്ക് വരച്ചു, കണ്ട എത്ര എടുക്കണം? 4 സെൻറ്റിമീറ്റർ പാടുള്ള ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ 4 സെൻറ്റിമീറ്ററിൽ ദേ ഒരു ആർക്ക് വരച്ചു. അപ്പോൾ ഇതിനെ കട്ട് ചെയ്തല്ലോ. ഇനി നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഈ നീളം നമുക്ക് 4 സെൻറ്റിമീറ്റർ കിട്ടി. കണ്ട ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വശം. അപ്പോൾ ഈ വശം കിട്ടി, ഈ വശം കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ ഇവിടെ നിന്ന് 6 അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് 6 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് അടയാളപ്പെടുത്തുക. 6 സെൻറ്റിമീറ്റർ നോക്കിയിട്ട് ഇവിടെ പോയിന്റ് ഇടാം അല്ലേ? അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കിവിടെ 4 അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആ കോമ്പസ് കൊണ്ട് തന്നെ അതേ അളവിൽ തന്നെ ഇവിടെയും ഒരു ആർക്ക് വരച്ചു കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ. ഇന്ന് നോക്കിയേ, ഇവ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം എന്ത് കിട്ടി? 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ എച്ച് എത്രയാണ്? ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഏരിയയും വശങ്ങളും നീളം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് മനസ്സിലായല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു ചിത്രം നമുക്ക് കാണുന്നു. അതായത് ഒരു പാരലോഗ്രാം, അതിൻ്റെ ഈ വശത്തിൻ്റെ നീളം 6, ഈ വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ. ഇനി നോക്കിയാൽ ഇവ തമ്മിലുള്ള അല്ലേ ഈ ഹൈറ്റ്, അതായത് ഈ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് 3.5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ എന്താണ്? ഈ സൈഡും ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ സൈഡും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇതാണ് ചോദ്യം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ നമുക്ക് ഈ ബേസ് അല്ലേ, ഒരു വശത്തിന് നീളം അറിയാം, അതിൻ്റെ നോക്കിയാൽ ഹൈറ്റും അറിയാം അല്ലേ? അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വശവും ഇവ തമ്മിലുള്ള ഈ ലെങ്ത് അല്ലേ, ഡിസ്റ്റൻസ്, അതായത് ഹൈറ്റ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ പരപ്പളവ് എത്ര വരും? 6 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് അല്ലേ? ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ 6, എച്ച് എന്ന് പറഞ്ഞാൽ 3.5 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 3 18, 18 3 21 അല്ലേ? അപ്പോൾ 21 സ്ക്വയർ സെൻറ്റിമീറ്റർ. 6 ഇൻറ്റു 3.5 21 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഏത് അളവ് നമ്മൾ എടുത്താലും ഏരിയക്ക് വ്യത്യാസം ഉണ്ടാവില്ലല്ലോ, വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇനി ഞാൻ ഈ വശവും ഇതിലേക്കുള്ള ഡിസ്റ്റൻസും, അതായത് ഈ രണ്ട് വശം തമ്മിലുള്ള ഡിസ്റ്റൻസും അത് ഇത് എച്ചാക്കി എടുക്കുന്ന വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏരിയ ഇത് തന്നെ ആവണ്ടേ? ഏരിയക്ക് വ്യത്യാസം പാടില്ല അല്ലേ? ഇപ്പം നോക്കിയാൽ നമ്മൾ ഈ വശവും ഇതും അല്ലേ, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് 21 കിട്ടി. ഇനി ഇതിന് പകരം, ഈ വശത്തിന് പകരം ഞാൻ ഇത് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഏരിയക്ക് വ്യത്യാസം പാടില്ല അല്ലേ? ഏരിയ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതും ഇവ തമ്മിലുള്ള അകലം, ഈ രണ്ട് എതിർവശങ്ങൾ തമ്മിലുള്ള അകലം, ഇതാണ് എച്ച് അല്ലേ? അപ്പം ഇത് തമ്മിൽ ഗുണിച്ചാലും നമുക്ക് എന്താ കിട്ടാൻ പാടുള്ളൂ? ഇതേ ഏരിയ തന്നെ കിട്ടണം.
അല്ലേ? ഏരിയയ്ക്ക് ഒരു വ്യത്യാസം പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഗുണിച്ച് നോക്കാം. ഇത് 4, അപ്പോൾ 4 ഇൻറ്റു ഇത് അല്ലേ ഇവ തമ്മിലുള്ള അകലം, ഈ രണ്ട് ഓപ്പോസിറ്റ് വശങ്ങൾ തമ്മിലുള്ള അകലം, അത് നമുക്ക് അച്ചാക്കി എടുക്കാം. നമുക്ക് അച്ച് അല്ലെങ്കിൽ H1 കൊടുത്തു. അപ്പോൾ 4 ഇൻറ്റു H1 അങ്ങനെ കുടിച്ചാൽ എത്ര കിട്ടാൻ പാടുള്ളൂ? 21 തന്നെ നമുക്ക് കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വശവും അതിലേക്കുള്ള H എടുത്താലും അല്ലെങ്കിൽ ഈ വശവും അതിലേക്കുള്ള H എടുത്താലും ഒക്കെ എന്ത് കിട്ടാൻ പാടുള്ളൂ? ഇതേ ഏരിയ തന്നെ കിട്ടാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് 4 ഇൻറ്റു H1 ഇത് ഗുണിച്ചാൽ എന്താ കിട്ടാൻ പാടുള്ളൂ? 21 നമുക്ക് കിട്ടാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ H1 എത്രയായിരിക്കും? 21/4. അപ്പോൾ 21 4 ഹരിച്ചാൽ കിട്ടും 5.25 അല്ലേ? ഹരിക്കാറിയില്ലേ? 21 ഇതേ 4 കൊണ്ട് ഹരിച്ചു, 5 പ്രാവശ്യം 5 × 4 20 അല്ലേ? നമ്മളിതേ 1 മൈനസ് ചെയ്യുമ്പോൾ 1 വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്കൊരു 0 അല്ലെങ്കിൽ ഇനി കഴിഞ്ഞു. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുത്തു, ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി 10 എത്ര 4 ഉണ്ട്? 2 4 2 × 4 8. ഇനി മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടി, ഒരു 0 കൂടി ചേർത്ത് കൊടുത്തു. ഇനി 20 എത്ര 4 ഉണ്ട്? 5 4 കണ്ട 5 × 4 20. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ H1 കിട്ടി അല്ലേ? അപ്പോൾ H1 നമ്മൾ പേര് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ ഇത് ഈ അകലം നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പേജ് നമ്പർ എല്ലാം ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 187 ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഒരു പാരലോഗ്രാമിൽ 2 വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്, പിന്നെ തന്നത് ഏരിയയാണ് അല്ലേ? അപ്പോൾ നമ്മൾ മുമ്പ് 2 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഒന്ന് വശങ്ങളുടെ നീളവും അവയ്ക്കിടയിലുള്ള ആംഗിൾ അല്ലേ? അങ്ങനെ തന്നാൽ എങ്ങനെ വരയ്ക്കാമെന്നറിയാം. പിന്നെ നമുക്ക് വികരണങ്ങൾ ഡയഗണൽസിൻ്റെ നീളവും അവയ്ക്കിടയിലുള്ള ആംഗിൾ എന്നാലും വരയ്ക്കാനറിയാം. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? വശങ്ങളുടെ നീളവും അതുപോലെ തന്നെ അതിൻ്റെ ഏരിയയും തന്നിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതാണ്. ഇനി നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പം വരയ്ക്കാൻ പറ്റും അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. ആദ്യം നമുക്ക് 5 സെൻറ്റിമീറ്റർ ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഓക്കെ, 5 സെൻറ്റിമീറ്റർ നമ്മൾ ഫസ്റ്റ് ഒരു സൈഡ് വരച്ചു. ഇനി നമുക്ക് നോക്കിയാൽ അടുത്ത വശമാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അടുത്ത വശം തന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങോട്ട് വരയ്ക്കാം, എങ്ങനെയാണെങ്കിലും വരയ്ക്കാം അല്ലേ? അതിന് നമുക്ക് നോക്കിയാൽ ആംഗിൾ എന്നിട്ടില്ല. നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യങ്ങൾക്ക് നമുക്ക് ആംഗിൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ ഏരിയ തന്നിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ B × H ആണ് അല്ലേ? അപ്പോൾ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, പരപ്പളവ് തന്നിട്ടുണ്ട് 25. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? B × H, ഇതാണ് പരപ്പളവ് അല്ലേ? അപ്പോൾ B × H എത്രയാണ്? 25 അല്ലേ? അപ്പോൾ ഇതിൽ നോക്കിയാൽ B ബേസ് നമുക്കറിയാം 5 അല്ലേ? ബേസ് നമുക്ക് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ഒരു വശത്തിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് ഇവിടെ ബിക്ക് പകരം 5 കൊടുത്താൽ 5 × H ആണ് 25. അങ്ങനെയാണെങ്കിൽ H എത്ര വരും? 25, ഈ 5 ഇങ്ങോട്ട് പോകുമ്പോൾ /5 അല്ലേ? അപ്പോൾ 5 സെൻറ്റിമീറ്റർ. അതായത് H എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ വശവും ഇനി ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വശവും അവ തമ്മിലുള്ള അകലം എത്രയായിരിക്കണം? 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരയ്ക്കുന്ന ഈ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് വശവും ഈ വശവും തമ്മിൽ 5 സെൻറ്റിമീറ്ററേ പാടുള്ളൂ അകലം. ക്ലിയർ ആയി അല്ലേ? അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ വരച്ച വരയുടെ ഈ അറ്റത്ത് നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. എത്ര സെൻറ്റിമീറ്ററിൽ? 5 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കാം, എന്നിട്ട് 5 സെൻറ്റിമീറ്റർ ആയി എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ സെറ്റ് സ്കോർ ഉപയോഗിച്ച് അല്ലേ, സെറ്റ് സ്കോർ വെച്ചിട്ട് കൃത്യമായിട്ട് 5 സെൻറ്റിമീറ്റർ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മാർക്ക് ചെയ്തു അല്ലേ? അതല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് സ്കോർ വെച്ചിട്ട്, മനസ്സിലായില്ലേ? സെറ്റ് സ്കോർ ഇങ്ങനെ ഇതേ രൂപത്തിൽ സെറ്റ് സ്കോർ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ വരയ്ക്കുക, മനസ്സിലായില്ലേ? എന്നിട്ട് അതിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്താലും മതി. അപ്പോൾ എങ്ങനെ വേണം ചെയ്യാം. ഇനി എത്രയാണിത്? നമുക്ക് എത്ര പാടുള്ളൂ? 5 സെൻറ്റിമീറ്റർ പാടുള്ളൂ അല്ലേ? അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ 5 സെൻറ്റിമീറ്ററിലേക്ക് കൃത്യമായിട്ട് കണ്ട 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ H. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇതിന് അല്ലേ, ഇതിന് പാരലായിക്കൊണ്ട് ഇതിലൂടെ ഒരു വര നമുക്ക് വരയ്ക്കണം അല്ലേ? ഇതിന് പാരലായിക്കൊണ്ട് ഒരു വര വരയ്ക്കണം. അപ്പോൾ ആ വരയിലായിരിക്കും ആര്? ഇതിൻ്റെ അല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വശം വരിക അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ പാരൽ ലൈൻ വരയ്ക്കാൻ അറിയാം അല്ലേ? ആദ്യം ചെയ്യാം, സെറ്റ് സ്കോർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതേ രൂപത്തിൽ ഇവിടെ ഒരു ഇതിന് പാരലായിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുക? ഇതിന് പാരൽ ലൈൻ വരയ്ക്കുക അല്ലേ? എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ നോക്കിയാൽ ഇപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട ലൈൻ ഇതാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് സെറ്റ് സ്കോർ ഇങ്ങനെ കൃത്യമായിട്ട് ലൈനിൽ വെച്ചു അല്ലേ? ഇത് നമുക്ക് ഈ സൈഡിൽ മുട്ടിച്ചിട്ട് എന്ത് ചെയ്യാം? സ്കെയിൽ കറക്റ്റായിട്ട് നമുക്ക് അമർത്തി പിടിക്കാം. കറക്റ്റായിട്ട് മുട്ടിയിട്ട് കണ്ട, ക്ലിയർ ആയില്ലേ? കൃത്യമായിട്ട് ഇങ്ങനെ ചേര അമർത്തി പിടിക്കുക ഇതിൻ്റെ പാരലായിട്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവൻ ഇങ്ങനെ നീക്കി കൊടുക്കുക അല്ലേ? നീക്കി കൊടുത്തിട്ട് സ്കെയിൽ അമർത്തി പിടിച്ച് നോക്കിയാൽ നമുക്ക് ആവശ്യമായ ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇതേ അവിടെ എത്തി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പാരൽ ലൈൻ വരയ്ക്കുക. ഇപ്പം നോക്കിയാൽ നമ്മുടെ ആദ്യത്തെ വശം അല്ലേ, ഇതിന് ഓപ്പോസിറ്റുള്ള വശം എവിടെ ആയിരിക്കണം? ഇതിലായിരിക്കും. ഓക്കെ, ഇനി എവിടെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റുമോ?
പറ്റില്ല. എന്താണ്, രണ്ടാമത്തെ സൈഡിന് നീളം 6 സെന്റിമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം, കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ നമ്മൾ കോമ്പസ് കുത്തിയിട്ട് 6 സെന്റിമീറ്റർ ഇതിനെ ഈ ലൈനെ കട്ട് ചെയ്തിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ ഇതേ കോമ്പസിൽ നോക്കിയാൽ കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തിട്ട് കൃത്യമായി ഇതേപോലെ ഒരു ആർക്ക് വരയ്ക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇത് നോക്കിയാൽ ഇനി നമുക്ക് ഈ പോയിന്റും ഇത് തമ്മിൽ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വശം. എത്ര ആയിരിക്കും, ഇത് 6 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ആദ്യത്തെ വശം, ഇത് നമ്മുടെ രണ്ടാമത്തെ വശം. ഇനി നമുക്ക് നോക്കിയാൽ ഇപ്പം 3 മൂലകൾ നമുക്ക് കിട്ടിയല്ലേ. ഇനി ഇത് കിട്ടാൻ എന്ത് ചെയ്യണം, ഒന്നുകിൽ നോക്കിയാൽ ഇവിടെ നിന്ന് ഇത് 5 സെന്റിമീറ്റർ അല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് 5 സെന്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിന്റ് ഇടാം അല്ലേ. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ 6 സെന്റിമീറ്റർ എടുത്തില്ലേ, അപ്പോൾ അതുപോലെ ഇവിടെ കുത്തിയിട്ട് അതേ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെയും നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ വര കുറച്ചും കൂടി നീട്ടി വരച്ചോ. ആദ്യം തന്നെ വരയ്ക്കുമ്പോൾ കുറച്ച് വരം കൂടി നീട്ടി പോകുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഒന്നുകിൽ 5 സെന്റിമീറ്റർ അല്ലേ, 5 സെന്റിമീറ്റർ ഇവിടെ നിന്ന് 5 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ആ പോയിന്റ് മാർക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഈ 6 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യാം, കോമ്പസിൽ അതേ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ദേ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് കിട്ടിയത് അല്ലേ, ഇവിടെയാണ് പോയിന്റ് കിട്ടുക. ഇനി നമുക്ക് ഇവ തമ്മിലും ഇത് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നോക്കിയേ, നമുക്ക് നോക്കിയേ 5 സെന്റിമീറ്റർ അല്ലേ ഈ വശത്തിൻ്റെ നീളം, അടുത്ത വശത്തിൻ്റെ നീളം 6 സെന്റിമീറ്റർ. ഇനി അതിൻ്റെ ഏരിയ 25 ആയിരിക്കണം അല്ലേ. ഏരിയ എന്ന് പറയാൻ നമുക്കറിയാം, ഇവിടേക്ക് ബേസ് അല്ലേ, ബേസ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, ഇപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 5 സെന്റിമീറ്റർ അല്ലേ. അതാണ് നമ്മൾ കണ്ടുപിടിച്ചു 5 സെന്റിമീറ്റർ. അപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ 5 × 5 25. ക്ലിയർ ആയല്ലോ. അപ്പോൾ എല്ലാവരും ഇത് വരച്ച് തന്നെ പഠിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.